വളരെ കാലം മുമ്പ് കേരളത്തിലെ ഹരിതഭംഗിയുള്ള ഭൂപ്രദേശങ്ങളിൽ മാവേലി എന്നു പേരുള്ള ഒരു ജ്ഞാനിയും ഉദാരമതിയുമായ രാജാവ് ഭരിച്ചിരുന്നു. അദ്ദേഹം ഒരു അസുര രാജാവായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം ശുദ്ധമായ സ്വർണമായിരുന്നു. മാവേലിയുടെ രാജ്യത്ത് ദാരിദ്ര്യമോ വിശപ്പോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും തുല്യരായിരുന്നു. ധനികരും ദരിദ്രരും ഒരുപോലെ സമൃദ്ധിയിൽ പങ്കുചേർന്നു. കുറ്റകൃത്യം അജ്ഞാതമായിരുന്നു. രോഗങ്ങൾ നാട്ടിൽ നിന്ന് ഓടിപ്പോയി. ജനങ്ങൾ തികഞ്ഞ ഐക്യത്തോടെ ജീവിച്ചു, തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ സ്തുതിച്ചുകൊണ്ട്. എന്നാൽ സ്വർഗത്തിൽ ദൈവങ്ങൾക്ക് അസൂയ തോന്നി. അവർ വിഷ്ണുവിനോട് ഇടപെടാൻ അപേക്ഷിച്ചു. സംരക്ഷകനായ ഭഗവാൻ വിഷ്ണു വാമനൻ എന്ന വാമന ബ്രാഹ്മണന്റെ രൂപം സ്വീകരിച്ചു. ഉയരത്തിൽ ചെറുതാണെങ്കിലും ഉദ്ദേശ്യത്തിൽ ശക്തനായ അദ്ദേഹം രാജാവിന്റെ വിനയം പരീക്ഷിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങിവന്നു. ഒരു മഹത്തായ യാഗചടങ്ങിനിടെ വാമനൻ മാവേലി രാജാവിനെ സമീപിച്ചു. എപ്പോഴും ഉദാരമതിയായ രാജാവ് ആ കൊച്ചു ബ്രാഹ്മണനെ സ്വാഗതം ചെയ്തു. എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് ചോദിച്ചു. വാമനൻ വിനയപൂർവ്വം ആവശ്യപ്പെട്ടത് അവന്റെ ചെറിയ കാലുകളുടെ അളവിലുള്ള 3 അടി സ്ഥലം മാത്രമാണ്. രസിച്ചെങ്കിലും മാന്യനായ മാവേലി ഗുരുവിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഒരു മടിയും കൂടാതെ സമ്മതിച്ചു. പെട്ടെന്ന് വാമനൻ വലുതായി തന്റെ ദിവ്യരൂപം വെളിപ്പെടുത്തി. അവന്റെ ആദ്യ ചുവടുവെപ്പിൽ അവൻ ഭൂമി മുഴുവൻ നിറഞ്ഞു. രണ്ടാമത്തെ ചുവടുവെപ്പിൽ ആകാശം മുഴുവൻ കീഴടക്കി. 3-ാം ഘട്ടത്തിന് സ്ഥലമൊന്നും അവശേഷിച്ചില്ല. മാവേലി വാക്ക് പാലിച്ചു, സ്വന്തം തലദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സ്പർശിച്ച വിഷ്ണു അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പാതാളത്തിലേക്ക് അയച്ചു. വർഷത്തിലൊരിക്കൽ സന്ദർശനം അനുവദിച്ചു. അങ്ങനെ എല്ലാ വർഷവും ഓണക്കാലത്ത് മാവേലി തന്റെ അഭിവൃദ്ധി പ്രാപിച്ച രാജ്യം കാണാൻ തിരിച്ചെത്തും. വീടുകൾ പുഷ്പപരവതാനികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വിരുന്നുകൾ പങ്കിടുന്നു. വള്ളംകളികൾ അദ്ദേഹത്തിന്റെ സുവർണ വാഴ്ചയെ പ്രതിധ്വനിക്കുന്നു. സമത്വത്തിന്റെയും സന്തോഷത്തിന്റെയും ആ കാലഘട്ടത്തെയാണ് ഈ ഉത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.